ചിലര് സ്വന്തം വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള തിയറിയാണ്. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെ വരാൻ കാരണം എന്താ പറയുക, ഇപ്പോഴും ഉണ്ട് അങ്ങനെ വിശ്വാസം. മറ്റോല വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേ അവരെന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തിട്ട് തന്നാലോ, പിന്നെ അത് ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ കിട്ടൂല. പുറത്തെടുക്കാൻ ചിലപ്പോൾ മന്ത്രം കൊണ്ട് മറ്റൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ വരും. അവര് നമ്മളെ കുടിക്കാലോ. ഒരു വസ്വാസും വേണ്ട സഹോദരങ്ങളെ, ഒരു പ്രശ്നവും വേണ്ട. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങിയുള്ള ഭക്ഷണത്തിന് എത്ര വിഷാംശമുണ്ടെങ്കിലും മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിനത് ഫലിക്കൂല. പക്ഷേ ചൊല്ലാൻ മറക്കരുത് എന്നൊരു നിബന്ധനയുണ്ട്. കാണുമ്പോഴേക്ക് ആഗ്രഹം മൂത്തിട്ടങ്ങോട്ട് കൈവച്ച് തിന്നു പോകരുത്. നല്ലോണം സന്തോഷത്തോടുകൂടെ ബിസ്മിയും റാഹത്തോടെ ചെല്ലണം. നിങ്ങൾ കണ്ടില്ലേ യഹൂദികൾ ചെയ്തൊരു അക്രമം? ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരുന്നൂട്ടിയല്ലോ ഒരു പെണ്ണ്. ആ പെണ്ണിനെ ജൂതന്മാർ കൂലിക്ക് കൊണ്ടുവന്നതാണ്. നല്ല ഉഗ്രൻ വിഷം ചേർത്തിട്ടാണ് ആടിന്റെ മാംസം നന്നായി വേവിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ തൊട്ട് റെഡിയാക്കി ഇങ്ങനെ കുഴച്ച് കയ്യിലെടുക്കുമ്പോഴാണ് സ്വഹാബത്ത് കൈനീട്ടി ഭക്ഷണം കഴിക്കാറുള്ളത്. തങ്ങൾ ബിസ്മി ചൊല്ലി കൈവച്ചപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും ഭക്ഷിക്കരുത്. ഭക്ഷിക്കാൻ തങ്ങൾ തുടങ്ങി എന്ന ധാരണയില് ഒരു പിടിയെടുത്ത് ഭക്ഷിച്ചൊരു സ്വഹാബി ഉടനെ വഫാത്തായി പോയി. അത്രയും ഉഗ്രൻ വിഷമാണ് അതിൽ ചേർത്തത്. ആരും കഴിക്കല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയപ്പോഴേക്ക് ഭക്ഷണം പറഞ്ഞു, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആ പെണ്ണിനെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഈ മാംസത്തിൽ വിഷം കലർത്തിയത്? അപ്പൊ ആ പെണ്ണ് പറയാണ്, ഇൻ കുന്ത നബിയ്യൻ ലാ യദുറുക്, നിങ്ങൾ നബിയാണെങ്കിൽ വിഷം കേൾക്കൂല എനിക്കറിയാം. വൈൻ കുന്ത റജുലൻ മുതഖവ്വിലൻ, നിങ്ങളിങ്ങനെ ജനങ്ങളൊക്കെ പറഞ്ഞു ഇരുത്തിയിട്ട് ആൾക്കാരെങ്ങളെ ഈ പറച്ചിന്റെ കീഴിലെങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ടാകണ്ടല്ലോ, അവർക്ക് സ്വസ്ഥമായി നടക്കാമല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയാൽ എന്ന് കരുതിയതാണ്. അതാ പെണ്ണിന്റെ ഒരു വിശദീകരണമാണ്. സത്യത്തിൽ അതല്ല, അവിടെ യഹൂദികളാ തോറ്റത്. ജൂതന്മാര് ചെയ്ത കഠിനമായ ശത്രുതയിൽപ്പെട്ട ഒന്നാണത്. 1, 2, 10, 20 എന്നല്ല, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്മത്ത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. അള്ളാഹുവിന്റെ മഹത്തായ കാവലല്ലേ.